നമസ്കാരം. സ്കോൾ കേരളയുടെ ഹയർ സെക്കൻഡറി കുട്ടികൾക്കായിട്ട് തയ്യാറാക്കുന്ന ധനശാസ്ത്രം മൈക്രോ എക്കണോമിക്സിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡിൽ പഠിച്ചു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും. അതിനകത്ത് കോസ്റ്റിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ആദ്യം സംസാരിക്കുന്നത്. നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പഠിച്ചതല്ലേ? ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? It is a function where capital is remaining fixed. ലേബർ കോസ്റ്റ് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. അവിടെ ഒരു ചെറു കാലയളവിൽ ഒരു ഉൽപാദകന് ഉൽപാദനം കൂട്ടണമെങ്കിൽ തൊഴിലാളിയുടെ എണ്ണം മാത്രമേ വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. മൂലധന ചെലവ് ഫിക്സഡ് ആണ്, സ്ഥിരമാണ്. ക്യാപിറ്റൽ ഈസ് റിമൈനിങ് ഫിക്സഡ്, ലേബർ കോസ്റ്റ് ഈസ് വേരിയിങ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ കോസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ ഉൽപാദനത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചെങ്കിൽ ഇവിടെ അതിന്റെ ചെലവ് എന്താണ്? ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ചെലവ് ഞാനൊരു എക്സാമ്പിൾ വഴി സമർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. മൂലധന ചെലവ് ഫിക്സഡ് ആണ്. ഷോർട്ട് റൺ അല്ലേ? അവിടെ 60 രൂപ നമ്മുടെ എക്സാമ്പിളിനകത്ത് ആ ഉൽപാദകന് കഴിഞ്ഞ എപ്പിസോഡിലെ ടൈൽ ഫാക്ടറി ഉടമയ്ക്ക് 60 രൂപയാണ് TFC എന്ന് പറയുന്ന ക്യാപിറ്റൽ കോസ്റ്റ്. അയാൾ തൊഴിലാളിയുടെ എണ്ണം മാത്രം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ടേബിൾ നിങ്ങൾ നോക്കുക. ഔട്ട്പുട്ട് വർദ്ധിക്കുന്നു. ഔട്ട്പുട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഉൽപാദനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉൽപാദകന് TFC ചെലവായിട്ടുണ്ട്. കാരണം ഒരു ഫാക്ടറി ഉൽപാദനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ മെഷീനറി എല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം. അതുകൊണ്ട് TFC എന്ന് പറയുന്നത് ആദ്യമേ ഉൽപാദനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് ചെലവായി 60 രൂപ. ഇനി ഉൽപാദനം വർദ്ധിക്കുന്നതിനനുസരിച്ച് അയാളുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന തൊഴിലാളിയുടെ ചെലവ് വർദ്ധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഉൽപാദനം ഒരു ഔട്ട്പുട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് TFC ഫിക്സഡ് ആണ്, TVC മാത്രം വേരി ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും മൊത്ത ചെലവ് എന്ന് പറയുന്ന TC, ടോട്ടൽ കോസ്റ്റ് സമം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. സ്ഥിര ചെലവ് എന്ന് പറയുന്നത് ഒരു ഉൽപാദകന്റെ മൊത്ത ചെലവ് എന്ന് പറയുന്നത് മൊത്ത സ്ഥിര ചെലവും മൊത്ത തൊഴിലാളിയുടെ ചെലവും കൂടെ കൂട്ടിയതാണ്. അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ കർവ് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ടേബിളിൽ നിന്ന് പടം വരച്ചു. പടം വരച്ചപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒരു എക്സ് ആക്സിസിന് സമാന്തരമായിട്ടുള്ള ഒരു നേർരേഖയാണ് TFC. TVCയോ ഉൽപാദനം തുടങ്ങുമ്പോൾ TVC ചെലവായി. കാരണം തൊഴിലാളിയുടെ ചെലവെന്ന് പറയുന്നത് ഉൽപാദനം തുടങ്ങുമ്പോഴേ വരുന്നുള്ളൂ. ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ചിട്ട് TVC കൂടുന്നുണ്ട്, അത് മുകളിലേക്ക് പോകുന്നു. അപ്പം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, ഞാൻ ഇത് രണ്ടും കൂടെ കൂട്ടിയതാണ് TC എന്ന് പറയുന്നത് TFCയും TVCയും കൂടെ കൂട്ടിയിട്ട് കിട്ടുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് പറയാം TC സമം TFC പ്ലസ് TVC. ഇവിടെ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ഞാൻ പറയാം. TFCയുടെ ഷേപ്പ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. TVCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം 0 ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ് TVC ഈസ് ഇൻക്രീസിങ്. ഇനി അടുത്തത് TC എന്ന് പറയുന്നത് എവിടെ? രണ്ടും കൂടെ കൂട്ടുന്നത് TVCയും TFCയും കൂടെ കൂട്ടിയത് ഇവിടുത്തെ നമ്മുടെ എക്സാമ്പിളിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഔട്ട്പുട്ട് 0 ആയിരിക്കുമ്പോൾ TFC 60 ആണ്. അപ്പൊ അതുകൊണ്ട് TFCയും TVCയും കൂടെ കൂട്ടുമ്പോൾ TC 60 ആണ്. അപ്പോൾ നമുക്ക് പറയാം TC starts from the point where TFC starts. എവിടെ TFC തുടങ്ങുന്നു അവിടെ TC തുടങ്ങുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. ഇവിടെ ഒന്നും കൂടെ നമുക്ക് പറയാം, TFCയുടെ ഷേപ്പ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ, TVCയുടെ ഷേപ്പ് സ്റ്റാർട്ടിംഗ് ഫ്രം 0 ഇറ്റ് ഈസ് ഇൻക്രീസിങ് കർവ് ആണ്. അടുത്ത TVC എന്ന് പറയുന്നത് TFCയും TVCയും കൂടെ കൂട്ടിയതാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം TFC ഇറ്റ് ഈസ് ഗോയിങ് ഓൺ ഇൻക്രീസിങ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, കോസ്റ്റ് ടേബിൾ ആണ് നമ്മൾ പഠിച്ച TFC TVC രണ്ടും കൂടെ കൂട്ടി TC മൊത്ത ചെലവ്. ഇനി ഈ പറഞ്ഞ കോസ്റ്റുകളെല്ലാം നമ്മൾ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. TFC ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി, അതിനെ നമുക്ക് പറയാം ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഈസ്
ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. മൊത്ത ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നു. നമുക്കിവിടെ TFC 60 ആണെങ്കിൽ അതിനെ 1 കിലോഗ്രാം ഔട്ട്പുട്ട് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ സമം 60. അതാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ഇനി ഔട്ട്പുട്ട് കൂടുമ്പോൾ നോക്കിക്കേ, ഔട്ട്പുട്ട് 2 ആയിട്ട് കൂടുന്നു. അപ്പൊ 60 ഡിവൈഡഡ് ബൈ 2 സമം 30 ആണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. അങ്ങനെ നമുക്ക് നോക്കിയാൽ ഓരോ TFC, ഇവിടെ TFC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി കോസ്റ്റ് വിച്ച് റിമൈൻസ് ഫിക്സഡ്, അതിനെ ഔട്ട്പുട്ട് കൊണ്ട് ഭാഗിക്കും നമുക്ക് AFC കിട്ടുന്നു. നിരന്തരം AFC എന്ന് പറയുന്നത് 60, 30, 20 എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോകുന്നു. അടുത്ത് നമ്മൾ TVCയിലേക്ക് നമുക്ക് വരാം. TVC എന്ന് പറയുന്നത് എന്താ? വേരിയബിൾ കോസ്റ്റ് ആണ്, തൊഴിലാളിക്ക് ചെലവാകുന്ന കാശാണ്. അതിനെ അപ്പൊ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് നമുക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കിട്ടുന്നു. ആവറേജ് വേരിയബിൾ കോസ്റ്റും ഇവിടെ ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് നിരന്തരം കുറഞ്ഞു പോകുന്നു, പിന്നെ കൂടുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പം പറഞ്ഞ ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും ആദ്യം കൂടി നിന്ന് പിന്നെ കുറഞ്ഞു പോയിട്ട് വീണ്ടും കൂടുന്നു. അപ്പൊ കുറഞ്ഞു പോയിട്ട് വീണ്ടും കൂടുന്നു എന്ന് പറയുന്നത് നമുക്ക് പറയാം യു ഷേപ്ഡ് ആണ്. നമുക്കത് പടം വരച്ചാൽ ഒരു യു ഷേപ്പായിട്ട് FCയെയും AVCയെയും കിട്ടുന്നു. ഇനി അത് രണ്ടും കൂടെ കൂട്ടി നമുക്ക് നോക്കാം. നമ്മൾ മുമ്പേ പഠിച്ച എങ്ങനെ TFCയും TVCയും കൂടെ കൂട്ടി നമുക്ക് TC കിട്ടിയതുപോലെ തന്നെ നമുക്കിവിടെ AFCയെയും AVCയും കൂടെ നമുക്ക് കിട്ടാം. കൂട്ടിയാൽ നമുക്ക് കിട്ടും AC. ആവറേജ് കോസ്റ്റ് ഈസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. മൊത്ത കോസ്റ്റിനെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം കൊണ്ട് ഭാഗിക്കുമ്പം നമുക്ക് കിട്ടുന്നതാണ് ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് ഈസ് ദി കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. നമുക്കതും AVCയും നമുക്ക് 2 രീതിയിൽ ആവറേജ് കോസ്റ്റ് ഇവിടെ കൂട്ടാം. ഒന്നുകിൽ ടോട്ടൽ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഭാഗിക്കാം, അതല്ലെങ്കിൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും കൂടെ നമുക്ക് കൂട്ടിയാലും കിട്ടും. ഇപ്പൊ ഇവിടെ നിങ്ങൾ 2 രീതിയിൽ ചെയ്ത് നോക്കി. AFC പ്ലസ് AVC AC കിട്ടും, അതല്ലെങ്കിൽ TC ബൈ ക്വാണ്ടിറ്റി നമുക്ക് AC കിട്ടും. അതും ഒരു യു ഷേപ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. അടുത്തത് മാർജിനൽ കോസ്റ്റ് നോക്കിയേ. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. മാർജിനൽ കോസ്റ്റ് ഈസ് അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. TC എന്ന് പറയുന്നത് 4 യൂണിറ്റ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിച്ചപ്പം TC എന്ന് പറയുന്നത് 160. അത് 220 കൂടി. എപ്പോഴാണ്? 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടും കൂടെ ഉണ്ടാക്കിയപ്പോൾ 5. അപ്പം 4 നിന്ന് 5 ഉൽപാദനം കൂട്ടിയപ്പോൾ TC കൂടിയത് 160 നിന്ന് 220. നമുക്ക് പറയാം 60/1 സമം 60. അപ്പൊ നമുക്ക് പറയാം മാർജിനൽ കോസ്റ്റ് ഈസ് ദി അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. എന്താണ് ഒരു ഉൽപാദകന് 1 യൂണിറ്റ് ഔട്ട്പുട്ട് കൂടെ കൂടിയപ്പോൾ ഉണ്ടായ ചെലവ്? അതാണ് അഡീഷണൽ കോസ്റ്റ്. നമുക്ക് പറയാം ഡെൽറ്റ TC ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. ഇത്രയും നമുക്ക് ഒരു പടത്തിന്റെ രൂപത്തിൽ നമുക്ക് നോക്കാം. നമുക്ക് ഞാൻ പറഞ്ഞ 8, 3, 4, 5, 6, 7 കൺസെപ്റ്റ്, 7 കോസ്റ്റ് കൺസെപ്റ്റിന്റെ ഡെഫിനിഷൻ നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് പറയാം. TC സമം TFC പ്ലസ് TVC. TFC എന്ന് പറഞ്ഞാലോ നമുക്ക് പറയാം TC മൈനസ് TVC. TVC എന്ന് പറഞ്ഞാലോ TC മൈനസ് TFC. ഇനി നമുക്ക് AC നമുക്ക് ഇങ്ങനെ പറയാം ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. AFC എന്ന് പറയുന്നത് TFC ബൈ ക്വാണ്ടിറ്റി. AVC എന്ന് പറയുന്നത് TVC ബൈ ക്വാണ്ടിറ്റി. രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ആവറേജ് കോസ്റ്റും കൂടെ കിട്ടും. ലാസ്റ്റ് നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ് ഡെൽറ്റ TC ബൈ ഡെൽറ്റ Q. ഇത് ഇത്രയും കൂടെ നമുക്ക് വരച്ചാൽ, ഞാൻ മൊത്തം ഈ 7 കൺസെപ്റ്റിന്റെയും നമ്മൾ പടം വരച്ചാൽ നമുക്ക് കിട്ടുന്നത് ആദ്യത്തെ 3 നിങ്ങൾ ശ്രദ്ധിക്കുക. TFCയും TVCയും TCയും. TFCയുടെ ഷേപ്പ് ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു X ആക്സിസ്. The shape of TFC is a horizontal straight line parallel to X axis. X axisന് സമാന്തരമായുള്ള നേർരേഖയാണ്. അത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചതിലും TFC 60 ആണ്. ഒരു ഷോർട്ട് റണ്ണിൽ എത്ര ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചാലും TFC ഫിക്സഡ് ആണ്. ഇറ്റ് ഈസ് റിമൈനിങ് ഫിക്സഡ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. ഇനി TVC എന്ന് പറയുന്നതോ? TVC എന്ന് പറയുന്നത് ഉൽപ്പന്നം 0 ആയിരിക്കുമ്പോൾ TVCയും 0 തൊഴിലാളിയുടെ ചെലവും 0. TVC ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ചിട്ട് കൂടുന്നു.
അപ്പം as output increases, TVC is also increasing. അതുകൊണ്ടാണ് നമുക്ക് ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് TVCക്ക് കിട്ടിയത്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇപ്പൊ നമുക്ക് പറയാം TCയുടെ ഷേപ്പ് എന്താ? TC curve starts from the point where TFC starts. എവിടെയാണ് TFC തുടങ്ങുന്നത് അവിടെ TC തുടങ്ങുന്നു. അപ്പൊ ഇത്രയും ആണ് നമ്മളുടെ കോസ്റ്റിന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ. അത് ഇക്വേഷൻ രൂപത്തിലും ചിത്രത്തിന്റെ രൂപത്തിലും കണക്കിന്റെ രൂപത്തിലും ചെയ്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാൻ ഇടയുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന കോസ്റ്റ് ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട്. നാലാമത്തെ ചാപ്റ്ററായ തിയറി ഓഫ് ദി ഫേം. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ഉൽപാദകനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഉൽപാദകർ പലതരത്തിലുണ്ട്. നമ്മൾ നിത്യ ജീവിതത്തിൽ മേടിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. പലപ്പോഴും നമ്മൾ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ചില ഉൽപ്പന്നങ്ങൾ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പോലും അറിയില്ല. നമ്മുടെ സമീപ പ്രദേശങ്ങൾ മുതൽ ചൈന മുതൽ ലണ്ടൻ മുതൽ അമേരിക്കയിൽ നിന്ന് വരെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറക്കുമതി ചെയ്യുന്നും ഉണ്ട്. അപ്പോൾ ചില ഉൽപ്പന്നങ്ങളുണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാവുന്ന ചില ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങളെ നമുക്ക് പറയാം പെർഫെക്റ്റ് കോമ്പറ്റിറ്റീവ് മാർക്കറ്റ്. ഒരു സമ്പൂർണ്ണ കിടമത്സര വിപണിയുടെ പ്രത്യേകത അവിടെ ധാരാളം ഉൽപാദകരുമുണ്ട്, ധാരാളം ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താക്കളുമുണ്ട്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് സമാനമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ആരും ഉൽപ്പാദിപ്പിക്കുന്നത്. ദി പ്രോഡക്റ്റ് ഈസ് ഹോമോജനസ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റിറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് there are a large number of sellers producing a homogeneous product. ഒരു സമ്പൂർണ്ണ കിടമത്സര വിപണിയിലെ ഉൽപാദകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം സമാനമാണ്. ആർക്ക് വേണമെങ്കിലും ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാം. മാർക്കറ്റില് ഒരു പേന 10 രൂപയ്ക്ക് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാർക്കറ്റിൽ കടന്നു വരാം. ഇറ്റ് ഈസ് ഹോമോജനസ്. നെക്സ്റ്റ്, അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ വില എന്ന് പറയുന്നത് മാർക്കറ്റിൽ എന്താണ് അത് എടുക്കാൻ മാത്രമേ ഒരു ഉൽപ്പാദകന് പറ്റുള്ളൂ. ഹീസ് എ പ്രൈസ് ടേക്കർ, വില സ്വീകരിക്കുന്ന ആൾ. അങ്ങനെയുള്ള ഒരു വിപണിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാർക്കറ്റിൽ കടന്നു വരികയും ചെയ്യാം. നഷ്ടമാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. അവിടെ ഉൽപാദക ഘടകങ്ങൾക്ക് യഥേഷ്ടം മാർക്കറ്റില് ചലന സ്വാതന്ത്ര്യമുണ്ട്. ഒരു തൊഴിലാളിക്ക് അയാൾക്ക് വേണ്ടുന്ന വേതനം കിട്ടിയില്ലെങ്കിൽ വേറൊരു ഫാക്ടറിയിലേക്ക് ജോലി തേടി പോവാം. അങ്ങനെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റിറ്റീവ് മാർക്കറ്റില് പണം നിക്ഷേപിക്കുന്ന നിക്ഷേപകനെ സംബന്ധിച്ച് ഉൽപാദകനെ സംബന്ധിച്ച് അയാൾക്ക് നഷ്ടമാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് പുറത്തുപോയി മറ്റൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു മാർക്കറ്റിന്റെ അടുത്ത പ്രധാനപ്പെട്ട പ്രത്യേകത അവിടെ പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്. വിപണിയെ കുറിച്ച് സമ്പൂർണ്ണ ജ്ഞാനം എല്ലാവർക്കും ഉണ്ട്, വിവരം എല്ലാവർക്കും ഉണ്ട്. വിപണിയെക്കുറിച്ച് വ്യക്തമായ വിവരം ഉൽപ്പാദിപ്പിക്കുന്നവർക്കുമുണ്ട്, ആ ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താക്കൾക്കും ഉണ്ട്. ഇനി അവിടുത്തെ മൊത്ത വരുമാനം എന്ന് പറയുന്നത് TR സമം PQ. വിലയെ ഉൽപ്പാദിപ്പിച്ച ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് TR. ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് എല്ലാം പ്രൈസിന് തുല്യമാണ്. ഷേപ്പ് എന്ന് പറയുന്നത് TR ഷേപ്പ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും പ്രൈസും ഡിമാൻഡ് കർവും എല്ലാം ഒരു സമ്പൂർണ്ണ കിടമത്സര വിപണിയിൽ സ്ട്രെയിറ്റ് ലൈനാണ്, ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഉൽപാദകൻ ഒരു പ്രൈസ് ടേക്കറായി മാറുന്നു. അവിടെ നിലവിലുള്ള വില 10 രൂപയാണെങ്കിൽ ആ വിലയ്ക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്താം. അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാർക്കറ്റാണ്, വിപണി. വിപണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രൈസ്. വില എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉൽപ്പന്നത്തിന്റെ വില എന്ന് പറയുന്നത് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് ഇൻ മണി ടേംസ്. ഒരു ഉൽപ്പന്നത്തിന്റെ മൂല്യം മറ്റൊരു ഉൽപ്പന്നത്തിന്റെ രൂപത്തിൽ പറയുന്നു. 1x സമം 2y എന്ന് പറഞ്ഞാൽ എന്താ? 1x മൂല്യം 2y രൂപത്തിൽ സമം 10 രൂപ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? ഈ രണ്ട് ഉൽപ്പന്നങ്ങളുടെയും പൊതുവായിട്ടുള്ള വിലയാണ് 10 രൂപ. അപ്പൊ ഒരു ഉൽപ്പന്നത്തിന്റെ മൂല്യം നമ്മൾ പണത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനെ പ്രൈസ് എന്ന് പറയുന്നു. ഈ വില മാർക്കറ്റിൽ നിശ്ചയിക്കുന്നു. ഇന്നത്തെ വിപണി വില എന്ന് പറയുന്നത് നമുക്ക് പറയാം മാർക്കറ്റ് പ്രൈസ്. ഒരു ഉൽപ്പന്നത്തിന്റെ വില മാർക്കറ്റിൽ സ്ഥിരമായിട്ട് കുറെ നാൾ നിൽക്കുകയാണെങ്കിൽ ആ വിലയെ നമുക്ക് പറയാം സന്തുലിത വില അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് ദി പ്രൈസ് അറ്റ് വിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽസ് ക്വാണ്ടിറ്റി സപ്ലൈ.
ഇവിടെ നമ്മൾ പഠിച്ചതാണ് ഡിമാൻഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സപ്ലൈയുടെ ഷേപ്പ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഒന്ന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ സപ്ലൈയുടെ ഷേപ്പ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് റൈറ്റ് ആണ്. അപ്പോൾ ഒരു സന്തുലിത വില എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയും. ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് ദി പ്രൈസ് അറ്റ് വിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈക്വൽസ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഇവിടെ ഞാനൊരു ടേബിൾ തന്നിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം വ്യക്തമാക്കുന്ന ടേബിൾ ആണ്. ഇവിടെ ഒരു ഉൽപ്പന്നത്തിന്റെ വില കിലോഗ്രാമിൽ പറയുന്നു. പ്രൈസ് അതിന് ഡിമാൻഡും സപ്ലൈയും തന്നിട്ടുണ്ട്. 5 രൂപ വിലയിൽ ഡിമാൻഡ് 195 സപ്ലൈ 0 വില കുറയുമ്പോൾ മാർക്കറ്റിൽ ആ ഉൽപ്പന്നം വിപണനം ചെയ്യുന്നില്ല. വില കൂടുന്നതനുസരിച്ചിട്ട് ഡിമാൻഡ് കുറയുന്നു. 195 നിന്ന് 185 പോകുന്നു. സപ്ലൈ 0 നിന്ന് 135 പോകുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, സന്തുലിത വില എന്ന് പറയുന്നത് ഒരു വിലയാണ്. 40 രൂപ വിലയിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും തുല്യമാവുന്നു. ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് ദി പ്രൈസ് അറ്റ് വിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽസ് ക്വാണ്ടിറ്റി സപ്ലൈ. സന്തുലിത വില എന്ന് പറയുന്നത് ഒരു വിലയാണ്. ആ വിലയിൽ വിപണിയിലെ ചോദനവും പ്രദാനവും തുല്യമാവുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ ടേബിളിലെ 3 വിലകൾ എടുത്തു. അപ്പൊ 40 രൂപ എന്ന് പറയുന്നത് സന്തുലിത വിലയാണ്. ആ സന്തുലിത വിലയിൽ മാർക്കറ്റിലെ ചോദനവും പ്രദാനവും തുല്യമാവുന്നു എന്ന് ഞാൻ പറഞ്ഞു. 160 കിലോഗ്രാം ഡിമാൻഡും സപ്ലൈയുമാണ്. ആ ഡിമാൻഡിൽ ആ സപ്ലൈയില് വില സന്തുലിത വില 40 രൂപ. അപ്പോൾ നമുക്ക് പറയാം 40 പ്രൈസ് ഈസ് ദി പ്രൈസ് മാർക്കറ്റ് പ്രൈസ്. ഇറ്റ് ഈസ് ദി ഇക്വിലിബ്രിയം പ്രൈസ്. കുറെ നാൾ നമ്മുടെ നാട്ടിലെ പല ഉൽപ്പന്നത്തിന്റെയും വില കുറെ നാൾ നിൽക്കുന്നെങ്കിൽ അത് സന്തുലിത വിലയാണ്. കാരണം മാർക്കറ്റിൽ ഡിമാൻഡും സപ്ലൈയും കൂടി ചേർന്ന് തീരുമാനിച്ച വിലയാണ്. ഇനി പല സന്ദർഭങ്ങളിലും വില കൂടുകയും ചെയ്യാം, കുറയുകയും ചെയ്യാം. ഞാൻ ആ കൂടിയ ഒരു വില പറയുകയാണ്. 45 രൂപയായിട്ട് വെച്ചു. നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില 40 രൂപ. അതിന്റെ വില കൂടി 45 എന്ന് വെച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഉണ്ടാകുന്ന പ്രതിഭാസം, അതിന്റെ വില കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് കുറയും. 155 കിലോയായിട്ട് കുറഞ്ഞു. അതിന്റെ സപ്ലൈ കൂടുകയും ചെയ്യും. 165 ആയിട്ട് മാറി. അപ്പോൾ 155 കിലോഗ്രാം ആയിട്ട് ഡിമാൻഡ് മാറി, 165 കിലോഗ്രാം ആയിട്ട് സപ്ലൈയും മാറി. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു എക്സസ് സപ്ലൈ ഉണ്ടായി, അല്ലെങ്കിൽ ഡിമാൻഡ് കുറഞ്ഞു എന്ന് നമുക്ക് പറയാം. ഒന്നുകിൽ എക്സസ് സപ്ലൈ എന്ന് പറയാം, അല്ലെങ്കിൽ 160 കിലോയിൽ നിന്ന് 155 കിലോയിലോട്ട് ഡിമാൻഡ് കുറഞ്ഞു എന്നും നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയാം എക്സസ് സപ്ലൈ. നേരെ ഓപ്പോസിറ്റ്, വില കുറഞ്ഞു എന്ന് വെച്ചോ, 40 നിന്ന് 25 ആയെന്ന് നോക്കിക്കോ. അപ്പോൾ ഒരു സംഭവിക്കുന്നത് ഡിമാൻഡ് കൂടും. വില കുറയുമ്പോൾ ഡിമാൻഡ് 160 നിന്ന് 175 കിലോ ആയിട്ട് ഡിമാൻഡ് കൂടി. സപ്ലൈയോ 160 നിന്ന് 145 ആയിട്ട് കുറയുകയും ചെയ്തു. അപ്പോൾ വില കുറഞ്ഞപ്പോൾ 25 രൂപയായിട്ട് മാറിയപ്പോൾ ഡിമാൻഡ് 175, സപ്ലൈ 145, 30 കിലോഗ്രാമിന്റെ എക്സസ് ഡിമാൻഡ് ഉണ്ടായി എന്ന് മനസ്സിലാക്കാം. ഞാനിവിടെ മാർക്കറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. പലപ്പോഴും പല ഉൽപ്പന്നവും വിപണിക്ക് വിട്ടുകൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? പൊതുജനങ്ങൾക്ക് പലർക്കും പല ഉൽപ്പന്നവും വാങ്ങാൻ പറ്റില്ല. നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ശതമാനം വരുന്ന പാവപ്പെട്ടവർക്ക് പല ഉൽപ്പന്നവും താങ്ങാൻ പറ്റാതെയാവും. പല ഉൽപ്പന്നത്തിന്റെയും വില കൂടുന്നത് കാരണം അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരും. അടുത്തതായി ഗവൺമെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വിപണിക്ക് പല ഉൽപ്പന്നങ്ങളുടെയും വില വിട്ടുകൊടുത്താൽ ഉണ്ടാകുന്ന സ്വാഭാവിക പരിണാമം എന്തായിരിക്കും? വിപണി തീരുമാനിക്കുന്ന വില എന്ന് പറയുന്നത് സമൂഹത്തിലെ നല്ലൊരു ഭൂരിപക്ഷത്തിനും താങ്ങാൻ പറ്റാതെയുമാവും. അപ്പോഴാണ് ഗവൺമെന്റിന്റെ റോള്. ഗവൺമെന്റ് മാർക്കറ്റിൽ കൃത്യമായി ഇടപെട്ട് എപ്പോഴൊക്കെ വില കൂടുന്നോ അപ്പോഴെല്ലാം വില വർധനവിൽ പല ഉൽപ്പന്നവും വാങ്ങാൻ പറ്റാത്ത ഉപഭോക്താക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. അതേസമയം പല ഉൽപ്പന്നത്തിനും വില കുറയുന്നത് കാരണം അത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകർക്ക് ആ ഉൽപ്പന്നത്തിന്റെ വില തകർച്ച വരുമ്പോൾ സഹിക്കാൻ പറ്റാതെ വരും. അപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ഗവൺമെന്റ് ആണ്. അപ്പോൾ വില കുറയുമ്പോൾ ആ വില തകർച്ചയിൽ നിന്ന് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. വില ഉയരുമ്പോൾ ഉയരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമായ പൊതുജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവിടെയും കടന്നു കയറി പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. അപ്പോൾ ഇതിനെ കുറിച്ചാണ് ഞാൻ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് പ്രൈസ് സീലിംഗ്. പ്രൈസ് സീലിംഗിനെ നമുക്ക് കൺട്രോൾ പ്രൈസ് എന്ന് പറയാം.
നിയന്ത്രിത വില, ഒരു തറവില. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ മാർക്കറ്റ് തീരുമാനിച്ച വില എന്ന് പറയുന്നത് 50 രൂപയാണ്. ആ വിലയ്ക്ക് നമ്മുടെ ഉപഭോക്താക്കൾക്ക് ആ ഉൽപ്പന്നം താങ്ങാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് നെല്ലിന്റെ വില 40 രൂപയാണ്. അപ്പോൾ സംഭവിക്കുന്നത് അരി ആഹാരം കഴിക്കുന്ന നമ്മുടെ മലയാളികൾക്ക് ആ ആഹാരത്തിന്റെ വില സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഗവൺമെന്റ് ഓട്ടോമാറ്റിക്കലി വിൽ ഇന്റർഫിയർ ഇൻ ദി മാർക്കറ്റ്. ഗവൺമെന്റ് കമ്പോളത്തിൽ ഇടപെട്ട് അതിന്റെ വില കുറയ്ക്കണം. ഗവൺമെന്റ് ഇടപെട്ട് ആ 50 രൂപയ്ക്ക് ഉൽപ്പന്നം വാങ്ങിച്ച് പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്ന റേഷൻ കടകൾ വഴി അതിന്റെ ഉപഭോക്താക്കൾക്ക് വിറ്റഴിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. അപ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസം എന്തുവാ? വിപണി വിലയേക്കാൾ വില കുറച്ച് ഒരു ഉൽപ്പന്നം റേഷൻ കട വഴി വിതരണം ചെയ്യുമ്പോൾ നമുക്ക് മാസത്തിന് പൊതുജനങ്ങൾക്കൊരു ധാരണയുണ്ടാവും, ഇതിന് വില കുറവാണ്. അപ്പോൾ ആ വില കുറയുമ്പോൾ അത് അവിടെ ഒരു പ്രശ്നം ഉദിക്കും. അവിടെ ബ്ലാക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന കരിഞ്ചന്ത ചിലപ്പം ഉണ്ടാവും. വിപണി വിലയേക്കാൾ ഒരു ഉൽപ്പന്നത്തിന് വില കുറച്ച് കൊടുക്കുമ്പോൾ ആ ഉൽപ്പന്നം വാങ്ങി ഉയർന്ന വിലയ്ക്ക് കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പറയുന്നത് ബ്ലാക്ക് മാർക്കറ്റ്. അതിനെയും കൃത്യമായി ഗവൺമെന്റ് ഇടപെട്ട് തടയിടേണ്ട ഉത്തരവാദിത്വവും ഗവൺമെന്റിനുണ്ട്. നെക്സ്റ്റ്, പ്രൈസ് ഫ്ലോർ, സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും, താങ്ങുവില എന്ന് പറയും. ഇവിടെ നമുക്ക് അറിയാം, നമ്മുടെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും അവർ ഉൽപ്പാദിപ്പിക്കുന്ന പല ഉൽപ്പന്നത്തിനും വേണ്ടുന്ന വില കിട്ടുന്നില്ല. തേങ്ങ കർഷകർ, നെല്ല് കർഷകർ, റബ്ബർ കർഷകർ ഇവരെല്ലാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കാലാകാലങ്ങളിലുള്ള വില തകർച്ച. എപ്പോഴും ഉൽപ്പന്നത്തിന്റെ ഉൽപാദനം കൂടുമ്പോഴും നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഈ ഉൽപ്പന്നത്തിന്റെ എല്ലാം വില തകർച്ച ഉണ്ടാവുക. അപ്പോഴും കൃത്യമായി വിപണിയിൽ ഇടപെട്ട് അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? അവിടെ ഇപ്പം നെല്ലിന്റെ വില 25 രൂപ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കർഷകന് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പോൾ ഗവൺമെന്റ് ഇടപെട്ട് ഉയർന്ന വില, ഉദാഹരണത്തിന് 30 രൂപയ്ക്ക് ആ നെല്ല് സംഭരിക്കുകയാണ്. മാർക്കറ്റിനല്ല, ഗവൺമെന്റ് ആ ഉയർന്ന വില കൊടുത്ത് ആ ഉൽപ്പന്നം കർഷകരിൽ നിന്ന് സംഭരിക്കുകയാണ്. അങ്ങനെ സംഭരിക്കുന്ന നെല്ല് FCI ഗോഡൌണുകളിൽ സ്റ്റോക്ക് ചെയ്ത് എപ്പോഴൊക്കെ ഷോർട്ടേജ് ഉണ്ടാവുന്നുണ്ടോ അപ്പോഴെല്ലാം പൊതുജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ഗവൺമെന്റിനാണ്. ഇവിടെ ഗവൺമെന്റ് കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ വീണ്ടും ഈ ഉൽപ്പന്നത്തിന്റെ വില മാർക്കറ്റ് നിശ്ചയിച്ച കുറഞ്ഞ വിലയിലേക്ക് പോകാനുള്ള അവസരവും ഉണ്ടാവാറുണ്ട്. അവിടെയും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തറവിലയും താങ്ങുവിലയും ഗവൺമെന്റ് പൊതുജനങ്ങൾക്കും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകർക്കും സപ്പോർട്ട് ചെയ്യുന്ന വിലയാണ്. എന്താണ് ഒരു മാർക്കറ്റിൽ ഗവൺമെന്റിന് ചെയ്യാനുള്ളതെന്നാണ് ഞാനിവിടെ തറവിലയിലൂടെയും താങ്ങുവിലയിലൂടെയും നിങ്ങൾക്ക് വ്യക്തമാക്കിയത്. അടുത്ത നമ്മുടെ മൈക്രോ എക്കണോമിക്സിന്റെ അവസാനത്തെ ചാപ്റ്ററാണ് നോൺ കോമ്പറ്റിറ്റീവ് മാർക്കറ്റ്. നോൺ കോമ്പറ്റിറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ മാർക്കറ്റിൽ പഠിച്ചതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു സമ്പൂർണ്ണ കിടമത്സര വിപണിയിൽ ഇഷ്ടം പോലെ ഉൽപാദകരുണ്ട്, അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം സമാനമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ നേരെ ഓപ്പോസിറ്റ് കേസാണ് മോണോപോളി. മോണോപോളി മാർക്കറ്റിൽ ഒരു ഉൽപാദകൻ മാത്രമേ ഉള്ളൂ. അയാളാണ് വില നിശ്ചയിക്കുന്നത്. അയാൾ തീരുമാനിക്കുന്ന വില എന്ന് പറയുന്നത് ഹീസ് ദി പ്രൈസ് മേക്കർ. ഇവിടെ മോണോപോളിയില് വിലയെ സംബന്ധിച്ച് അയാൾക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, വില വിവേചനം. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് ദി ആക്ട് ഓഫ് സെല്ലിംഗ് ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ടു ഡിഫറെന്റ് കൺസ്യൂമേഴ്സ് അറ്റ് ഡിഫറെന്റ് പ്രൈസസ്. വില വിവേചനത്തിൽ ഒരേ ഉൽപ്പന്നം വ്യത്യസ്ത വിലകളിൽ വ്യത്യസ്ത ഉപഭോക്താക്കൾക്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു മോണോപോളിയെ സംബന്ധിച്ച് ഉണ്ട്. അവിടെ ഒരു മോണോപോളിസ്റ്റിന്റെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അത് മനസ്സിലാക്കി തരുന്നത് ഡിമാൻഡ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. അങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ ആർക്കും കടന്നു വരാൻ പറ്റില്ല, നോ എൻട്രി. ആൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, മോണോപോളിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈസ് മേക്കർ ആയതുകൊണ്ട് അയാൾക്ക് ഈ മാർക്കറ്റിൽ അബ്നോർമൽ പ്രോഫിറ്റ്, നോർമൽ പ്രോഫിറ്റിനേക്കാളും ഉയർന്ന പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിയും തമ്മിലുള്ള വ്യത്യാസം. ഞാനത് ഒന്ന് പറഞ്ഞേക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്, മോണോപോളി ഒരു പ്രൊഡ്യൂസർ മാത്രം. അവിടെ ഹോമോജനസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇവിടെ അയാൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് പകരം വെക്കാൻ ഒരാളില്ല, നോ ക്രോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അവിടെ പ്രൈസ് ടേക്കർ ആണെങ്കിൽ
ഇവിടെ പ്രൈസ് മേക്കറാണ്. അവിടുത്തെ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഒരു മോണോപോളിസ്റ്റിന്റെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിന് ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ മോണോപോളിസ്റ്റിന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ആ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാമെന്ന് പറഞ്ഞു. മോണോപോളിസ്റ്റിന് നോ എൻട്രി എന്നും പറഞ്ഞു. ഇത്രയുമാണ് മൈക്രോ എക്കണോമിക്സിന്റെ നമ്മുടെ ഫോക്കസ് ഏറിയ ടോപ്പിക്. നന്ദി.